അതാണ് നമ്മളുടെ ഒരു ഓട്ടോമേഷൻ ചെയ്യുന്നതിനുള്ള വളരെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിനെ നമുക്ക് ഈ ഡിസ്പ്ലേ ത്രൂ കൺട്രോൾ ചെയ്യാം. ഇനി നമ്മൾ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയും ബെഡ്റൂമിൻ്റെ ഏരിയയിലേക്ക് നമുക്കൊന്ന് പോവാം. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ ഡൈനിങ് വിത്ത് ഫോർമൽ ലിവിങ്ങിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമേഷൻ സ്വിച്ച് ചെയ്തിട്ടുള്ളത് ഈ ഏരിയയിലാണ്. ഇവിടെ നമുക്ക് ഓട്ടോമേഷൻ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഡോർ ഫോൺ നമ്മൾ മുമ്പേ കണ്ടിരുന്നില്ല, ആ വീഡിയോ ഡോർ ഫോണിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വീട്ടിനെ സംബന്ധിച്ചോളം കിച്ചൺ, ബെഡ്റൂം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലിവിങ് ഇതിൻ്റെ എല്ലാം കൂടെ വരുന്നൊരു കോമൺ ഏരിയയിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഏരിയ ഈ ഏരിയയിലായതുകൊണ്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്ലാസ് ഫിനിഷ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ ഡോർ ഫോൺ ഡിസ്പ്ലേയിൽ തന്നെ നമ്മൾ ഓട്ടോമേഷൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിൽ നോക്കിയാൽ കാണാം. സോ നമ്മുടെ എല്ലാ റൂമിൻ്റെയും ഫങ്ഷൻസ് നമുക്കിവിടെ അറിയാൻ പറ്റും. ഇപ്പം ഫോർമൽ ലിവിങ് ആണെങ്കിൽ ഫോർമൽ ലിവിങ്ങിൽ ലൈറ്റ്, ഫാൻ ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇൻ കേസ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫോർമൽ ലിവിങ്ങിൽ ലൈറ്റ് കൺട്രോൾ ചെയ്യാനും ഫാൻ ഓൺ ആക്കാനും ഒക്കെ ഇവിടെ തന്നെ ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് നമ്മൾക്കൊരു സെൻട്രൽ കൺട്രോളറായിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേ യൂണിറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ എല്ലാ റൂമുകളും നമുക്ക് ഇതൊക്കെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബെഡ്റൂമുകളായിക്കോട്ടെ, ഡൈനിങ് ഹോൾ ആയിക്കോട്ടെ, കിച്ചൺ ആയിരിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ ഓട്ടോമേഷൻ എവിടെയൊക്കെയാണോ ചെയ്തിരിക്കുന്നത് അതെല്ലാം നമ്മുടെ ഈ സിംഗിൾ വിൻഡോയിൽ കിട്ടും. അതാണ് നമ്മളുടെ ഒരു ഓട്ടോമേഷൻ ചെയ്യുന്നതിനുള്ള വളരെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിനെ നമുക്ക് ഈ ഡിസ്പ്ലേ ത്രൂ കൺട്രോൾ ചെയ്യാം. ഈ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫങ്ഷൻസും നമ്മുടെ മൊബൈൽ ആപ്പിലും കിട്ടും. ദാറ്റ് മീൻസ് നമ്മുടെ മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാൻ ഓണായി കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കർട്ടൻസ് ഓപ്പൺ ചെയ്യണം, ഇതൊക്കെ നമുക്ക് മൊബൈൽ ത്രൂ തന്നെ ചെയ്യാൻ സാധിക്കും.